أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാനാദരവുള്ള ഒന്നിരായ സുഹൃത്ത്, ഈ മഹത്താവുന്ന ഇവിടെ നടത്തപ്പെടുന്ന ദർസിൻ്റെ മുദരിസ് കൂടിയായ മുഹമ്മദ് ഫൈളി പൂവത്തിക്കൽ, അതുപോലെ തന്നെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ഷാഫി ഹാജി തുടങ്ങി വേദിയിൽ ഇവിടെ സ്വാഗത പ്രസംഗം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ബാക്കബി തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായ മഹത്തുക്കളാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, ഈ മഹത്താവുന്ന വേദിയിലൂടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരാവുന്നതായ പ്രവർത്തകർ, അതിൻ്റെ നേതാക്കന്മാർ, ഉമറാ പണ്ഡിതന്മാർ, സ്നേഹാനിധികളായ വിദ്യാർത്ഥികൾ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരവും അതോടുകൂടി വളരെ പുണ്യവുമായ ഒരു മജ്ലിസിലാണ് നമ്മളിവിടെ സമ്മേളിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടുള്ള ഏറ്റവും വലിയ ഒരു ബഹുമാനവും നമ്മളിവിടെ പ്രകടിപ്പിക്കണം. ഇത് തന്നെയാണ് ഈ സദസ്സിനിക്കുള്ളതായ അതിൻ്റെ പുണ്യം. ഇവിടെ സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടൊരു സംഘടന, പൂർണ്ണമായും ഒരു വിശുദ്ധമായ സംഘടന. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ഇലാഹിയായ സംഘടന, അതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏതെങ്കിലും ആളുകൾ അവർക്ക് എന്തെങ്കിലും തോന്നിയപ്പോൾ പടച്ചുണ്ടാക്കിയ ഒരു സംഘടന അല്ല സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിൻ്റെ മഹാന്മാരാവുന്നതായ സ്ഥാപക നേതാക്കന്മാരെ സംബന്ധിച്ച് നമുക്കറിയാം. അവർ തികച്ചും പൂർണ്ണമായും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും മഹാന്മാരുമായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ, വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവരെപ്പോഴും പറയാറുണ്ട്, വരക്കൽ മുല്ലക്കോയ തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഖുതുബീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. പക്ഷേ ആ ഖുതുബീങ്ങളിൽ നിന്ന് അവർ ഏത് സ്റ്റേജിലാണുള്ളതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ ഉലമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവർക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഖുതുബീങ്ങളിൽ നിന്ന് ഏത് സ്റ്റേജിലാണുള്ളതെന്ന് പറയാൻ അറിയാത്തതുകൊണ്ടല്ല. ഖുതുബീങ്ങൾ പല സ്റ്റേജിലാണ്. ഖുതുബുൽ സമാൻ ഉണ്ടാവും, ഖുതുബുൽ അഖ്താബ് ഉണ്ടാവും, ഖുതുബുൽ ഖറിയ ഉണ്ടാവും. അങ്ങനെ പല തസ്തികയിലായിട്ടാണ് ആ മഹാന്മാരുള്ളത്. പക്ഷേ അവരിൽ നിന്ന് ഏത് തസ്തികയിലാണ് ബഹുമാനപ്പെട്ടവരുള്ളത് എന്ന് എനിക്കറിയാത്തതുകൊണ്ടല്ല. പക്ഷെ ഞാൻ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇതേ പറയണുള്ളൂ, ഖുതുബീങ്ങളിൽപ്പെട്ടതായ ഒരു മഹാനാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും പ്രമുഖരാകുന്ന ഔലിയാക്കന്മാരുടെ ആ ഗണത്തിൽപ്പെട്ട ഏറ്റവും വലിയൊരു മഹാനായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അവർ ഒരു വലിയനെ നമ്മൾ അളക്കണ്ട, അല്ലെങ്കിൽ ഒരു വലിയനെ നമ്മൾ വിലയിരുത്തേണ്ട മാനദണ്ഡം അവരെ കറാമത്ത് കൊണ്ടല്ല. അങ്ങനെ ഒരു ധാരണ പലർക്കുമുണ്ട്. ഒരാളെ വലിയാണെന്ന് നമ്മൾ അളക്കേണ്ട മാനദണ്ഡം
അതിൻ്റെ അളവുകോല് അത് കറാമത്താണെന്ന് പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുക. കറാമത്ത് കൊണ്ടല്ല വലിയ അളക്കേണ്ടത്. ഫഇന്നൽ കുമ്മല മിനൽ ഔലിയായി യഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ ഐദീഹിം. വലിയ മഹാന്മാരാവുന്ന ഔലിയാക്കന്മാർ അവർ മുഖേന അത്ഭുത സംഭവങ്ങൾ ഉണ്ടാവുന്നത് അവർക്ക് വല്ലാത്ത പേടിയായിരുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണെന്ന് അവർ പേടിക്കും. അപ്പോൾ വലിയ ഔലിയാക്കന്മാരിൽ നിന്ന് കറാമത്ത് വലിയ വലിയ ഔലിയാക്കന്മാർക്ക് അള്ളാഹു അവർക്ക് കറാമത്ത് ഉണ്ടാവില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെ അളക്കേണ്ട മാനദണ്ഡം കറാമത്തല്ല. അളക്കേണ്ട മാനദണ്ഡം എന്താ? ഇസ്തിഖാമത്താണ്. അവർ ശർഈയാവുന്നതായ വിഷയങ്ങളിൽ അവർക്കുള്ളതായ നിലപാടെങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച അല്ലാഹുവിൻ്റെ സർവ്വകൽപ്പനകളും ആ കൽപ്പനകൾക്ക് അവർ വഴിപ്പെട്ട് നിന്ന് വരുന്നുണ്ടോ? അള്ളാഹു നിരോധിച്ചതായ സംഗതികളെ തൊട്ട് അവർ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടോ? ശർഈയാവുന്ന സർവ്വ മര്യാദകളും ആ മര്യാദകൾ അവരെ ജീവിതത്തിൽ അവർ പകർത്തുന്നുണ്ടോ? അവരെ ജീവിത രീതി മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ ജീവിത രീതി പോലെ അവരോട് പിൻപറ്റുന്നതായ ആളുകൾക്ക് പൂർണ്ണമായും കൊണ്ട് പിൻപറ്റപ്പെടാൻ പറ്റുന്നതായ സ്വഭാവത്തിലായിരുന്നു അവരെ ജീവിതം എന്നാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കേണ്ടത്. അതാണ് ഇസ്തിഖാമത്ത്. അപ്പോൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവരെ നമ്മൾ അളക്കേണ്ടത് അവരിൽ നിന്നുള്ളതായ അത്ഭുതമാവുന്നതായ സംഭവങ്ങളെ കൊണ്ട്. അത്ഭുത സംഭവങ്ങൾ പലരിൽ നിന്നുണ്ടാവാം, അതിന് വലിയായിക്കോളണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാവുമ്പോൾ സാങ്കേതികമായിട്ട് അതിന് കറാമത്ത് എന്ന് പറയും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്നുണ്ടാവുമ്പോൾ അതിന് മുഅ്ജിസത്ത് എന്ന് പറയും. അത് ചില അത്ഭുത സംഭവങ്ങൾ ശൈത്താനെ സേവിച്ചവർക്കും ചെയ്യാൻ കഴിയും. അതുകൊണ്ടാവും വലിയാണെന്ന് അറിയാൻ പറ്റും. ചില പ്രത്യേകമാവുന്നതായ റിയാദകൾ ചെയ്തിട്ട് പല അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. മഹാനാവുന്ന ഇബ്നു അറബി തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരുത്തൻ ആകാശത്ത് കൂടെ പറന്നു എന്നാണ്. ഇബ്നു അറബി തങ്ങളോട് അവർ ഈശ്വരന്മാർ വന്ന് പറഞ്ഞു, ഒരുത്തനിത് ആകാശത്ത് കൂടെ പറക്കണ ഒരു ബ്രാഹ്മണൻ. ഇബ്നു അറബി തങ്ങൾ അവരോട് പറഞ്ഞു, അവന് ഞാനിപ്പോൾ ഒരു മൂപ്പര് ചെരുപ്പെടുത്തിട്ട് ഒരു ഏറ് അവൻ താഴെ വിടും. അവനോട് ചോദിച്ചു, ഞാനിങ്ങനെ ആകാശത്ത് കൂടി പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ് തള്ളിടാൻ കഴിയുമെന്ന്. ഇബ്നു അറബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, മൂപ്പരെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ് ഇവനക്ക് തള്ളിടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ നിന്നോ ഉണ്ടാവുന്ന കറാമത്തോ അല്ലെങ്കിൽ മുഅ്ജിസത്തോ അതിൻ്റെ മുന്നിൽ ആരും പരാജയപ്പെടും. അത് കങ്കട്ടുകാരൻ പരാജയപ്പെടും, മസ്മരീസം കളിക്കുന്നവൻ പരാജയപ്പെടും, പല റിയാദകൾ നടത്തിക്കൊണ്ട് പലതും ചെയ്യുന്നവനുണ്ടെങ്കിൽ അവൻ പരാജയപ്പെടും, ശൈത്താനെ സേവിച്ചുകൊണ്ട് ചെയ്യുന്നവനുണ്ടെങ്കിൽ അവനും പരാജയപ്പെടും. അപ്പോൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അവരിൽ നിന്ന് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ വിശുദ്ധമാവുന്ന ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി പല അത്ഭുതങ്ങളും അവർ കാണിച്ചു. അവരെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി. ഇപ്പോൾ മഹാനാവുന്ന ഖാജ റളിയല്ലാഹു തആല അവരിവിടെ വന്നു, പല അത്ഭുതങ്ങളും കാണിക്കേണ്ടി വന്നു. കാരണം അത്ഭുതങ്ങൾ കാണിച്ചേ അന്ന് വിശുദ്ധമാവുന്നത്. അവരെ അത്ഭുതങ്ങൾക്ക് മുന്നിൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പല സാഹിര്യങ്ങളും അതുപോലെ തന്നെ പല ജ്യോത്സ്യന്മാരും പലരും കാണിച്ച അത്ഭുതങ്ങളൊക്കെ എന്തായി പരാജയപ്പെട്ടു. കാരണം വിശുദ്ധമാവുന്ന ദീൻ്റെ നിലനിൽപ്പിന് വേണ്ടി അത്ഭുതങ്ങൾ കാണിക്കേണ്ടി വരും. അപ്പോൾ മഹാനാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു മഹാനായിരുന്നു. അവരെ അളക്കേണ്ടത് നമ്മൾ എന്തുകൊണ്ടല്ല, അവരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതുകൊണ്ടല്ല. അത്ഭുത സംഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവരെ നമ്മൾ അളക്കേണ്ടത് അവരിൽ നിന്ന് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായോ ഇല്ലേ എന്നതുകൊണ്ടല്ല. അത്ഭുത സംഭവങ്ങൾ പലതും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. മഹാനാവുന്ന ഒരു ഫഖീഹ് ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ കാണാൻ വന്നു ഹദർമൗത്തിൽ നിന്ന്. വന്ന സമയത്ത് അവരെ പൊരവൻ്റെ മുഴുവനും പല ജീവികൾക്കുള്ളതായ ആ ഫഖീഹ് വന്ന് മൂപ്പരെ കാണാൻ വേണ്ടി ഇരുന്ന ആ സ്വീകരണ റൂമിൽ കുറേ പറവകൾക്കുള്ളതായ ഫോട്ടോകൾ. ഇത് വലിയ പണ്ഡിതൻ വന്നിങ്ങനെ നോക്കിയപ്പോൾ ഈ ഫോട്ടോകൾ കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി ഇത് വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനൊന്നുമല്ല മമ്പുറം തങ്ങൾ. അങ്ങനെ വലിയൊരു മഹാനാണെങ്കിൽ ഇങ്ങനെ കുറേ ഫോട്ടോകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. ഇത് ഇയാളെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. ഈ വന്ന ഹദർമൗത്തിൽ നിന്ന് തങ്ങളെ കാണാൻ വന്ന ഈ പണ്ഡിതൻ്റെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിപ്പോയി. ആ ഹൃദയത്തിൽ തോന്നിയത് ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തങ്ങൾ ഉടനെ തന്നെ ആ പണ്ഡിതനോട് പറഞ്ഞു. ഈ പണ്ഡിതൻ ചോദിച്ചു, ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു. ഈ പക്ഷികളും കുറേ ജീവികൾക്കുള്ള ഫോട്ടോകൾ
നിങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനാണെന്നല്ലേ പറയണത്, നിങ്ങൾ ഇരിക്കണ ഈ സ്ഥലത്ത് ഇതൊക്കെ വെച്ചാൽ എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ തങ്ങൾ പറഞ്ഞു ഇതൊന്നും ഫോട്ടോകളല്ലല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു ഇത് ഫോട്ടോ തന്നെയാണ്, ഇത് ജീവികളല്ലല്ലോ, ജീവികൾക്കുള്ള ഫോട്ടോ അല്ലേ. അപ്പോൾ തങ്ങൾ ഈ ഫോട്ടോകളോട് പറഞ്ഞു അല്ലാഹുവിൻ്റെ സമ്മതത്തോടു കൂടെ പറവകളെ നിങ്ങളൊന്ന് പറന്നാട്ടെ. അപ്പോൾ അവിടെ വെച്ച ആ ഫോട്ടോ മുഴുവനും എന്തായി, ഓരോ തത്തിയും കാക്കിയും എന്തെല്ലാം പറവകളുണ്ടോ അതൊക്കെ ജീവുണ്ടായും കൊണ്ട് അവിടുന്ന് പറന്നുപോയി എന്നാണ്. അപ്പോൾ മഹാന്മാർ അവർ ചിലപ്പോൾ അത്ഭുതങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കും, ആയിരം അത്ഭുതങ്ങൾ സംഭവിക്കും. അത് വിശുദ്ധമാവുന്നതായ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയായിരിക്കും, ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടിയായിരിക്കും. എന്നതുപോലെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർ പല അത്ഭുതങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരോട് ബന്ധപ്പെട്ടതായ ഒരു കറാമത്തിന് നമ്മൾ പറയുമ്പോൾ ജനങ്ങൾ എന്ത് മനസ്സിലാക്കരുതെന്നറിയോ, ഒരു വലിയനെ നമ്മൾ അളക്കുന്നതിൻ്റെ മാനദണ്ഡം അവരിൽ നിന്നിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടായത് കൊണ്ടിട്ട് ആണ് അളക്കേണ്ടത് എന്നല്ല. അത്ഭുതങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ നിന്നും ആവശ്യമുണ്ടാവുമ്പോൾ ഉണ്ടാവാം. ഇപ്പോൾ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയിട്ടുള്ളൂ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, തങ്ങളെ കൂടെ ഖിദ്മത്ത് ചെയ്തിരുന്നതായ, തങ്ങൾക്ക് ആവശ്യമുള്ള സംഗതികൾ ചെയ്തു കൊടുത്ത് തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തിരുന്നതായ ഒരു അമുസ്ലിം സുഹൃത്ത്, അത് തങ്ങളെ കൂടെ അന്നുണ്ടായിരുന്നു. അയാളൊരു മകൻ, അയാളിപ്പോൾ അടുത്ത് മരിച്ചുപോയി. ആ മകൻ നമ്മളോട് നേരിട്ട് പറഞ്ഞതായ ഒരു സംഭവമുണ്ട്. എന്താ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഒരു ദിവസം ഇവൻ്റെ അച്ഛനോട് പറഞ്ഞു, എടോ ഇജ്ജ് നാളെ രാവിലെ ആ വലയിട്ട് ഇവിടെ വരണം, എനിക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരാണ്ട്, അപ്പോൾ നല്ല മീൻ നമുക്കൊന്ന് പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഈ അമുസ്ലിം സുഹൃത്ത് ഒരു വലയിട്ട് വന്നു. ഇയാളെ കൂടെ ഇപ്പം നമ്മളോടൊക്കെ ഈ സംഭവം പിന്നെ നമ്മളോട് അവതരിപ്പിച്ച ആ അമുസ്ലിം അയാളുടെ മകനാവുന്ന ആ സുഹൃത്തുണ്ടായിരുന്നു. അന്ന് അവനൊരു 10 ചെറിയൊരു കുട്ടിയാണ്. അവനും അവൻ്റെ അച്ഛൻ്റെ കൂടെ വന്നു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പറഞ്ഞു, കടൽക്ക് ഇപ്പം ഈ പിന്നെ വലയിട്ട് പോവുക. അത് പറഞ്ഞു, തങ്ങൾ പറഞ്ഞു വലയിട്ട് കടൽക്കൊന്നും പോകണ്ട, ഇവിടെ വാന്ന് പറഞ്ഞു. കടൽക്കാണ്ട് പോണ വഴിയിൽ ചെറിയ ഒരു ഇങ്ങനെ ഒരു കുണ്ട്. ആ കുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ ചെരുപ്പടിക്കുള്ളൂ, ആകെ ആ കുണ്ട്. ആ കുണ്ടിൽ ഒരാളെ ചെരുപ്പടിക്ക് വെള്ളമില്ല. ചെരുപ്പടിന്ന് മൂടാൻ അത്രമാത്രം വെള്ളമില്ലാത്ത കുറഞ്ഞ വെള്ളമുള്ളൂ. അതാണെങ്കിൽ വളരെ സ്ഫടികം പോലത്തെ വെള്ളം, എന്തെങ്കിലും അതിൻ്റെ അടിയിലുണ്ടായാൽ നോക്കിയാൽ കാണുകയും ചെയ്യും. തങ്ങൾ പറഞ്ഞു, എടോ ഇവിടെ ഒന്ന് വീതാളെന്ന് പറഞ്ഞു. അപ്പം ഇവന് തങ്ങളെ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം ഇവിടെ എന്തിനാ വീതിട്ട് കാര്യമില്ലല്ലോ, തങ്ങളെ ഇവിടെ മത്സ്യമില്ലല്ലോ എന്ന് അവൻ പറഞ്ഞില്ല. തങ്ങൾ വീയാൻ പറഞ്ഞു, ഓൻ അവിടെ വലട്ട് വീതു. അവൻ വീതു, അതിന് മത്സ്യം ആവശ്യത്തിന് കിട്ടി. അപ്പം തങ്ങൾക്ക് ആവശ്യമുള്ള മത്സ്യം കിട്ടി, ഇവനക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള മത്സ്യം കിട്ടി. അപ്പം നമ്മളോടൊക്കെ ഇത് ഈ സംഭവം വിവരിച്ച ആ അമുസ്ലിം സുഹൃത്തിൻ്റെ മകൻ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അടുത്ത് അവൻ പറഞ്ഞു ഇവൻ്റെ അച്ഛനോട്, അച്ഛ ഒന്നുകൂടി വീതോളി, എന്നാൽ കുറച്ചുകൂടി മീൻ കിട്ടുമല്ലോ. അപ്പം അച്ഛ അവനോട് പറഞ്ഞു, എടാ ഇനി വീതാ മീൻ കിട്ടൂല, അതിൽ മീനില്ലാന്ന് ഇജ്ജ് കണ്ടില്ലേ, ഒറ്റ മീനും അതിലില്ലല്ലോ, നീ നോക്കിയപ്പോൾ കണ്ടില്ലേ, അത് തങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ വീതു, അതുകൊണ്ടാണ് മീൻ കിട്ടിയത് എന്ന്. ഇവൻ അച്ഛനെ വിട്ടിയില്ല, പിന്നെയും വീയെന്ന് പറഞ്ഞു. അവസാനം അച്ഛൻ മനസ്സോട് കൂടിയിട്ട് അതിൽ ഒരു വട്ടം കൂടി വീതു നോക്കി. ഒരു പ്രാവശ്യം കൂടി വീതു നോക്കുമ്പോഴോ അതിലൊന്നുമില്ല, കാരണം അതിൽ മീൻ വേണ്ടേ, ആദ്യം മീനില്ലല്ലോ. അപ്പോൾ അതാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ച മഹാൻ. ഞാനത് അവർ വലിയാണെന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു കറാമത്ത് പറഞ്ഞു എന്നല്ല, വലിയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട മാനദണ്ഡം അത് കറാമത്ത് കൊണ്ടല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഫഇന്നൽ കുമ്മല മിനൽ ഔലിയാ യഖാഫൂന ളുഹൂറൽ കറാമത്തി അലാ ഐദീഹിം. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞത് ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരാ. വിശുദ്ധമാവുന്ന ദീൻ്റെ സർവ്വ ആദാബുകൾ, മര്യാദകൾ, ദീൻ്റെ സർവ്വ അവാമിറുകൾ, സർവ്വ മൻഹിയാത്തുകൾ ഹലാലിനെ മാത്രം ഭക്ഷിച്ചു കൊണ്ടിട്ട് ഈ നിലക്കൊരു മനുഷ്യനിക്ക് നിന്നുപോരാൻ തൗഫീഖുണ്ടായാൽ അവൻ അല്ലാഹുവിൻ്റെ വലിയാണ്. അവനിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്ത് എന്ന് പറയുന്ന ആ മഹത്താവുന്നതായ ആ പദവി, ആ സ്ഥാനം അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വലിയ മഹാന്മാരെ കൂട്ടത്തിൽപ്പെട്ട മഹാനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അവരാണ് ഈ മഹത്താവുന്നതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എന്നുള്ളത് ഒരു സാധാരണ പ്രസ്ഥാനമല്ലത്. ഇത് വളരെ വിശുദ്ധമാവുന്നതായ
ഒരു ഇലാഹിയാവുന്നതായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഈ പ്രസ്ഥാനത്തിന് അവർ ഒരു എന്തെങ്കിലും പിന്നെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയൊരു പ്രസ്ഥാനമല്ല. അള്ളാഹുവിൻ്റെ മഹാന്മാരാവുന്ന മശായിഖന്മാർ, ആ മശായിഖന്മാരുടെ സമ്മതത്തോടു കൂടി അവരിവിടെ സ്ഥാപിച്ചതായ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു ബഹുമാനം, ഈ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു ആദരവ്, ഈ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു സ്നേഹം, അതൊക്കെ ഇവിടെ നമ്മളൊക്കെ ഹൃദയത്തിലുണ്ട് എന്നതിൻ്റെ ഏറ്റവും വ്യക്തമാവുന്നതായ പ്രകടനമാണ് നമ്മളിവിടെ ഈ കാണുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ, ഈ പ്രസ്ഥാനത്തിൻ്റെ ഹാദിമീങ്ങളായി കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട എന്നല്ല നിങ്ങൾ ബഹുമാനിക്കണത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ല നിങ്ങൾ ബഹുമാനിക്കണത്. നിങ്ങൾ ബഹുമാനിക്കുന്നത് ഏതാണ്? ഈ പ്രസ്ഥാനത്തിനാണ്. ഇതിൻ്റെ ഹാദിമീങ്ങളായും കൊണ്ട് പലരും വരും. അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയ ഹാദിമാണ്. ഇവിടെ പലരെയും പേര് പറഞ്ഞു, അവരൊക്കെ അതിൻ്റെ ഹാദിമീങ്ങളിൽപ്പെട്ടതായ ഹാദിമീങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഹാദിമീങ്ങൾ എന്നുള്ള നിലക്ക് നമ്മളല്ല നിങ്ങൾ ബഹുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ബഹുമാനിക്കുന്നത് ഈ പ്രസ്ഥാനത്തിനെയാണ്. ഈ പ്രസ്ഥാനത്തിനോടുള്ള ബഹുമാനം നമ്മളെ ഹൃദയത്തിലുണ്ടാവണം. അത് നമ്മളെ ഈമാനിൻ്റെ ഒരു ഭാഗമാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ എന്ന് നബി പ്രഖ്യാപിച്ചു. അൻസാറുകളോടുള്ളതായ ആ സ്നേഹം അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം. ഒരു മനുഷ്യനിക്ക് ഈമാൻ ഉണ്ടായിത്തീരാം. ആ ഈമാൻ ഉണ്ടായിത്തീർന്നാൽ ആ ഈമാനിൽ നിന്നും ഉത്ഭവിക്കേണ്ടതായ ഒരു ഗുണമാണ് അൻസാറുകളോടുള്ള സ്നേഹം. ഹുബ്ബുൽ അൻസാർ മിനൽ ഈമാൻ എന്ന റസൂലുള്ളാഹി പറഞ്ഞത്. ഈമാനിന് അൻസാറുകളോടുള്ളതായ ആ മഹബത്ത് അത് ഈമാനിൽ നിന്നുണ്ടാവണം എന്നാണ്. അത് ഈമാനിൽ പെട്ടതാണെന്നല്ല, ഈമാനിൽ നിന്നുണ്ടാവണം. ഈമാൻ വളർന്ന് വികസിച്ച് കഴിഞ്ഞാൽ ആ ഈമാനിൽ നിന്നും ഉണ്ടായിത്തീരേണ്ട ഒരു ഗുണമാണ്. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? അൻസാറുകൾ വിശുദ്ധമാവുന്നതായ ഈ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വളരെ ത്യാഗം ചെയ്തവരാണ് അൻസാറുകൾ. അൻസാറുകൾക്കുള്ളതായ ഈ ത്യാഗം ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ ദീൻ്റെ സംരക്ഷണം ആ കാലഘട്ടത്തിൽ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാറുകൾക്കുള്ളതായ സേവനവും അവർക്കുള്ളതായ ത്യാഗവും അവരുടെ സംരക്ഷണമൊക്കെ ഈ ദീനിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയത്. അപ്പോൾ ദീനിനെ സംരക്ഷിക്കപ്പെടുന്നതായ ആരുണ്ടോ, ദീനിനെ സംരക്ഷിക്കപ്പെടുന്ന ഏത് സംഘടന ഉണ്ടോ ആ സംഘടനയെ സ്നേഹിക്കുക എന്നുള്ളത് ഈമാനിൽ നിന്നും ഉണ്ടായിത്തീരുന്നതായ ഒരു ഗുണമാണ്. അപ്പോൾ നമ്മളെ ഈമാനിൽ നിന്നും ഉണ്ടായിത്തീർന്നതായ ഒരു ഗുണമാണത് നമ്മളിവിടെ കാണുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ ഈ വിശുദ്ധമാവുന്നതായ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു മഹബത്ത്, ആ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു തഅ്ളീം, ആ പ്രസ്ഥാനത്തിനോടുള്ളതായ ഒരു ആദരവ് അത് നമ്മളെ മനസ്സിലുണ്ട്. ആ മനസ്സിലുണ്ട് എന്നതിൻ്റെ പ്രകടനങ്ങളാണ് ഈ കാണിക്കുന്നത്. എന്തിനാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ബഹുമാനിക്കുന്നത്? എന്തിനാണ് ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ആദരിക്കുന്നത്? ഈ പ്രസ്ഥാനം എന്നുള്ളത് വിശുദ്ധമാവുന്നതായ ദീൻ, ആ ദീൻ്റെ ശരിയായ രൂപം അത് ഇവിടെ യാതൊരു നിലക്കുള്ളതായ പോറലുകൾ ഏൽക്കാത്ത നിലക്ക്, അതിൽ ഏതെങ്കിലും നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകൾക്ക് വിധേയമാകാത്ത നിലക്ക് അതിനെ പൂർണ്ണമായി സംരക്ഷിച്ചവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. കാരണം നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് വിശുദ്ധ ദീൻ്റെ പ്രചരണവുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധന്മാരാവുന്ന സ്വഹാബത്ത് ഈ വിശുദ്ധമാവുന്ന ദീൻ്റെ പ്രചരണവുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ചരിത്രം ഇനി എന്ത് പറഞ്ഞാലും ചരിത്രത്തിലേക്ക് അത് രണ്ടഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ ആ അഭിപ്രായത്തിനെ തള്ളിക്കളയും. മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖന്മാർക്കുള്ള അഭിപ്രായം എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ദീൻ ഈ കേരളത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ്. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഭാഷ അതാണ്. അവർ ഈ ചരിത്രത്തിന് അങ്ങനെയാണ് അവർ രേഖപ്പെടുത്തുന്നത്. അവർക്ക് എങ്ങനെ മനസ്സിലായി ഇത്? ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് നോക്കിയാൽ, ഈ കേരളത്തിൻ്റെ മണ്ണിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതിയതായ ഒരു ഇലാഹിയായ ഒരു എഴുത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ വരുന്ന ആളുകളെ മുഴുവനും, ഈ സ്റ്റേജിലേക്ക് കയറി വരുന്ന ആളുകളെ പേര് മുഴുവനും, ഈ മദ്രസിൻ്റെ ഉള്ളിലേക്ക് ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന കുട്ടികളെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ, ഈ മദ്രസയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ എഴുത്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. ഈ എഴുത്ത് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ. അവർ മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ പല സ്റ്റേജിലായത് കൊണ്ടിട്ട് അവരെ മനസ്സിലാക്കുന്നിടത്ത് ചിലപ്പോൾ ഇതുണ്ടാവും. ഒരാൾ മനസ്സിലാക്കിയ അത്ര മറ്റു ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞോളന്നില്ല.
മഹാനാവുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി തങ്ങൾ പറഞ്ഞതുപോലെ സുമ്മ തഖ്തലിഫുൽ മഖാമാത്ത്, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർക്കുള്ള സ്റ്റേജുകൾ പിന്നെ വ്യത്യാസപ്പെടുന്ന. ഫമിൻഹും മൻ യഅരിഫു അന്ന ഉനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു. ഒരു സാധനം കണ്ടാൽ ആ സാധനം ഹറാമാണെന്നോ ആ ഹറാമായ സാധനമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയും. ഇപ്പോൾ ഒരു ചായ കൊണ്ടേ കൊടുത്തു അല്ലാഹുവിൻ്റെ ശരിയായ ഒരു വലിയന്, ആ വലിയ ഹറാമായ ചായയാണെങ്കിൽ അയാളെ വായിക്കൂടി ആ ചായ ഇറങ്ങൂല. ശരിയായ വലിയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ തന്നെ അയാൾ എന്താകും എന്നറിയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അയാളെ വയറിൽ നിന്നിട്ട് ഛർദ്ദിപ്പിച്ച് കളയേണ്ടതായ ഒരവസ്ഥയെങ്കിലും അല്ലാഹു ഇവിടെ ഉണ്ടാക്കും. അതല്ലെങ്കിൽ ആ ചായ കണ്ടാൽ വമിൻഹും മൻ യഅരിഫു അന്ന ഉനാക ഖദിറൻ വലാകിൻ ലാ യദ്രി മാ ഹുവ അസ്ലുഹു, ഈ ചായ ഹറാമാണെന്ന് ചായയിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയണം. അതാണ് വലിയ. ചായയിലേക്ക് നോക്കിയാൽ ആ ചായ അത് ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ചായയിൽ ഒരു എഴുത്തുണ്ടാവും. ഇത് എങ്ങനെയെങ്കിലും മനസ്സിലാക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു ഇവിടെ നിശ്ചയിച്ചതായ ചില മാധ്യമങ്ങളും ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാധ്യമങ്ങളും ആ മാനദണ്ഡങ്ങളും ആ അറിവുകളും പഠിച്ചവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ. അവർ എപ്പോഴും അറിയാമെന്നല്ല, അവരറിയേണ്ട സന്ദർഭം വരുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ കഴിയുന്ന, അല്ലാതെ എപ്പോഴും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ല. അല്ലാഹുവിൻ്റെ മറഞ്ഞ കാര്യങ്ങൾ അറിയേണ്ടതായ ഒരു ആവശ്യമുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനുള്ളതായ അതിൻ്റെ മാധ്യമങ്ങൾ അവരെ കൈവശമുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ മറഞ്ഞ വരെ കാര്യങ്ങളും മനസ്സിലാക്കണമെങ്കിൽ ഭൗതികമാവുന്ന ചില മാധ്യമങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് എന്നതുപോലെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കും അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അവർ മനസ്സിലാക്കിയത് പേക്കൂല. ഇപ്പോൾ കണ്ട മഴ ഉണ്ടാവും എന്ന് പറയുന്നത് മഴ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യത ഉണ്ടെന്ന് ചിലപ്പോൾ കാലാവസ്ഥ നിരീക്ഷകർ പറയും. അവരെങ്ങനെ പറഞ്ഞു? പിന്നീട് ഉണ്ടാകാൻ പോണ മഴയെ സംബന്ധിച്ച് എങ്ങനെ അവർ പറഞ്ഞു? എങ്ങനെ പറഞ്ഞോടോ? അവർ പറയുന്നത് എന്താ? അവർക്ക് അതിൻ്റെതായ ശാസ്ത്ര സാങ്കേതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് അവർ പറയണത്. അവർ പറയണത് ശരിയും ആവാം തെറ്റും ആവാം. ചിലപ്പോൾ അതേമാതിരി മഴ ഉണ്ടാവും, ചിലപ്പോൾ അതേമാതിരി മഴ ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ പറഞ്ഞു നോക്കുക, അള്ളാഹുവിൻ്റെ നബി പറഞ്ഞു നോക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബൂക്ക് യുദ്ധത്തിൽ സഹാബത്തിനോട് പറഞ്ഞു, ഇന്ന് ശക്തമായ കാറ്റടിച്ച് വീശുപെടോ എന്ന് പറഞ്ഞു. ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ ശക്തമായ നിലക്ക് കെട്ടിട്ടോട്ടെ, ഒരാളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന് റസൂല പറഞ്ഞു. അതേപോലെ റസൂല പറഞ്ഞ അതേപോലെ അതേ സമയത്ത് കാറ്റടിച്ചു. കാറ്റടിക്കാനും അടിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നല്ല റസൂല പറഞ്ഞത്. ലതുഹുബുല്ലൈലതരിഹും ഷദീദത്തുൻ. കാരണം ഇവിടെ എപ്പോഴൊക്കെ കാറ്റുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാനുള്ളതായ അതിൻ്റെ ചില വിവരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് അല്ലാഹു അത് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ മേഘത്തിലായിരിക്കും അത് എഴുതപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിലായിരിക്കും. ആ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ട ആ രേഖ പോലും നോക്കി മനസ്സിലാക്കാൻ കഴിയണം. അത് ചില അവരിൽ നിന്ന് ഉയർന്ന ദർജയിലെത്തിയവർക്ക് ചിലപ്പോൾ അത് കഴിയും, ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടാവും. സാധനത്തുമല്ല അല്ലാഹു രേഖപ്പെടുത്തിയതായ രേഖ നോക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തൊഹുബുല്ലൈലതരിഹും ഷദീദത്തുൻ, ശക്തമായ കാറ്റടിച്ചു എന്ന് റസൂൽ പറഞ്ഞു. ശക്തമായ കാറ്റടിച്ചില്ലേ? വല്യാഖിൽ കുല്ലുൻ ബഈറഹു, ഓരോരുത്തരും ഒട്ടകത്തിനെ ശക്തമായി കെട്ടിടട്ടെ എന്ന് പറഞ്ഞു. ഒരാൾക്ക് തോന്നി എന്താ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാലും. അയാൾ പുറത്തിറങ്ങി നോക്കി. എന്താ സംഭവിച്ചത്? അൽഖത്ഹു റീഹു അലാ ജബലി തൊയ്യിൻ, തൊയ്യി പർവ്വതത്തിന്മേൽ കാറ്റ് മൂപ്പരെ കൊണ്ടേയിട്ടു എന്നാ. അപ്പോൾ റസൂലുള്ള പറഞ്ഞ അതാണ് അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ പറഞ്ഞാൽ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നടക്കാൻ പോകുന്നതായ സംഗതികളെ സംബന്ധിച്ച് അതിൻ്റെ രേഖകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തപ്പെടേണ്ടതായ സ്ഥലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് പല മാർഗങ്ങളുണ്ട്, ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും അവർ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഒരിക്കലും അത് തെറ്റാൻ അവകാശമില്ല. പക്ഷേ അവർ എല്ലാവരും ഒരേ സ്റ്റേജിലായിക്കോളണമെന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ചായ കൊണ്ടേ കൊടുത്താൽ ഈ ചായ ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷേ വലാ യദ്രി മാ ഹുവ അസ്ലുഹു, ഇത് ഹറാമാവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിക്കോളണമെന്നില്ല. കാരണം അത് അവർക്കത് അത്രത്തോളം ആ സ്റ്റേജിൽ അവർ എത്തിയിട്ടുണ്ടാവുള്ളൂ. എന്നാൽ അവരേക്കാൾ ഉയർന്ന സ്റ്റേജിലെത്തിയവരുണ്ടാവും. ഒമിൻഹും മൻ യഅരിഫു അന്ന ഉനാക ഖദിറൻ വയദ്രി മാ ഹുവ അസ്ലുഹു, ഒരു ചായ കൊടുത്താൽ ഈ ചായ ഹറാമാണെന്ന് അവർക്ക് മനസ്സിലാവും.
ആ ചായ ഹറാമാവാനുള്ള കാരണം എന്താ? ഇതിൻ്റെ പാലുണ്ടല്ലോ ഇത് കെട്ടുകൊടുത്തതാ, അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി കെട്ടുകൊടുത്തതാ, അല്ലെങ്കിൽ ഹറാമായ പൈസ കൊണ്ടുണ്ടാക്കിയതാണ് ഇതിൻ്റെ പഞ്ചസാര വാങ്ങിയിട്ടുള്ളത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ സ്റ്റേജിലാണ് മഹാന്മാരുള്ളത്. അങ്ങനത്തെ മഹാന്മാരാണ് വിശുദ്ധമാവുന്ന ഈ പ്രസ്ഥാനത്തിനെ അവരെന്തായിട്ടുള്ളത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കേരളത്തിൽ വരാൻ പോണ കാലഘട്ടത്തിലുണ്ടാവുന്ന പല തത്വറാത്തുകളും അന്ന് അവരെ കാലഘട്ടത്തിലുണ്ടായതുമാവുന്നതായ കാര്യങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് തോന്നി ഒരു കൂട്ടായ്മയോട് കൂടിയുള്ളതായ ഒരു സംഘടന ഇവിടെ ആവശ്യമാണ്. എന്നാലേ ഈ വിശുദ്ധമാവുന്ന ദീനിനെ അതിൻ്റെ ഒരാശയത്തിന് പോലും അതിൻ്റെ കർമ്മങ്ങൾക്കോ അതിൻ്റെ വിശ്വാസങ്ങൾക്കോ അതിൻ്റെ ആചാരങ്ങൾക്കോ ഒരു നിലക്കും യാതൊരു നിലക്കും പോറലേൽപ്പിക്കപ്പെടാത്ത നിലക്ക് ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. ആ ഒരു കാലഘട്ടം അവരിതിനിവിടെ സ്ഥാപിക്കാൻ വേണ്ടി അവർ നിർബന്ധിതരായ ആ കാലഘട്ടം ഇവിടെ ഈ ആശയങ്ങൾ ഈ കേരളത്തിലേക്കും വന്നു. റസൂലുള്ളാഹിൻ്റെ കാലം മുതൽ തന്നെ വിശുദ്ധമായ ദീൻ ഇവിടെ വന്നു. ആ ദീൻ ഇവിടെ വന്നു എന്ന് നമ്മുടെ മഹാന്മാരാവുന്നതായ മശായിഖന്മാർ അവർ അതിൻ്റെ രേഖ നോക്കിക്കൊണ്ടിട്ട് അവർ പറഞ്ഞു ദീൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. ചരിത്രകാരന്മാർ എന്തു പറയട്ടെ, അന്ന് ഇവിടെ വന്നതായ ആ ദീനാണ് 1921 വരെ നമ്മളെ വാപ്പന്മാരും ഒക്കെ നമ്മളെ വാപ്പന്മാരും എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശുദ്ധമായ ദീനിൽ കൂടി വളർന്നു വന്നവരാ. അവർ പഠിച്ചതും അവരെ പഠിപ്പിച്ചതും മഹാന്മാരിൽ നിന്ന് അവർ മനസ്സിലാക്കിയതുമാവുന്ന ദീൻ 1921 വരെ ആ ദീനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് കൈമാറിയതായ ദീൻ. ആ ദീനാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖ് സഹാബത്തിൻ്റെ ജീവിത കാലഘട്ടത്തിലുണ്ടായിരുന്നതായ സർവ്വസംഭവങ്ങളും പ്രത്യേകിച്ച് ഖുലഫാഉൽ അർബഅത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ മഹാന്മാരാവുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ് ഇവരെ കാലഘട്ടത്തിലുള്ളതായ ഫത്വകൾ ആ ഫത്വകളെ അടിസ്ഥാനപ്പെടുത്തി അവരെ കാലഘട്ടത്തിലുണ്ടാവുന്ന ഖളാഇകൾ അവർ വീച്ചതായ വിധികൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിട്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ അവർക്കുള്ള മദ്ഹബിനെ തന്നെ അവർ എന്തായിട്ടുള്ളത് രേഖപ്പെടുത്തിയതും മദ്ഹബിനെ അവർ അടിസ്ഥാനപ്പെടുത്തിയതും കണ്ടില്ലേ. മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ അവരെ മദ്ഹബിൻ്റെ അടിസ്ഥാനപരമായിട്ട് മൂപ്പര് രചിച്ച ഗ്രന്ഥമാണ് മുവത്ത ഇമാം മാലിക്. ആ മുവത്ത ഇമാം മാലിക്കിലെ അധികരിച്ച മസ്അലകൾക്ക് മൂപ്പര് ലക്ഷ്യം പറയണത് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്തു എന്നല്ല. അവർ ലക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ് മദീനത്തുകാർ ചെയ്തിട്ടുള്ളത് എന്ന്. ഒരു വിഷയം ഒരു മസ്അല പറഞ്ഞ് ആ മസ്അലയ്ക്ക് ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ, ആരാ ഇമാം മാലിക് തങ്ങളൊക്കെ? ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കും ഫിൽ മദീന എന്നാ. മാലിക് ഇമാം മദീനത്തുണ്ടെങ്കിൽ പിന്നെ ആരോടും ഫത്വ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അതിനൊരു പ്രത്യേകമാവുന്നൊരു പശ്ചാത്തലം ഒരു സംഭവം അതിൻ്റെ പിന്നിലുണ്ട്. മദീനത്ത് ഒരു പെണ്ണ് മരണപ്പെട്ടപ്പോൾ ആ പെണ്ണിൻ്റെ മയ്യത്ത് കുളിപ്പിക്കണ സമയത്ത് കുളിപ്പിക്കണ പെണ്ണ് അവൾക്കുള്ള ഗുഹ്യസ്ഥാനം കഴുകുമ്പോൾ ഈ പെണ്ണ് പറഞ്ഞു തോലമാ അസത്ത് ഹാദിയിൽ ഫർജ്, ഇവൾക്കുള്ള ഈ ഗുഹ്യസ്ഥാനം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാലോ എന്ന്. കുളിപ്പിക്കണ പെണ്ണ് ഈ കുളിപ്പിക്കപ്പെടുന്ന മയ്യത്തിൻ്റെ ഗുഹ്യസ്ഥാനം കഴുകുമ്പോൾ അവൾ പറഞ്ഞു ഈ പെണ്ണിൻ്റെ ഈ ഗുഹ്യസ്ഥാനം ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാലോ എന്ന്. ഇത് പറയുന്നതോടുകൂടി ഈ കുളിപ്പിക്കുന്ന പെണ്ണിൻ്റെ കൈയുണ്ടല്ലോ ഇവളെ ഗുഹ്യസ്ഥാനത്തിലാണ്ട് ഉറച്ചുപോയി, വലിച്ചിട്ട് കിട്ടണില്ല. പശ കൊണ്ട് ഉറപ്പിച്ച മാരിക്കും വലിച്ചിട്ട് കിട്ടണില്ല. എന്താണ് ഇനി ചെയ്യേണ്ടത്? പലരോടും ചോദിച്ചു. അവ പറഞ്ഞ് കൈ മുറിച്ച അങ്ങനെയാക്കാന്നൊക്കെ പറഞ്ഞു. അവസാനം എല്ലാവർക്കും തോന്നി നമ്മൾ അവിടെ ഇവിടെയും പോയി ചോദിക്കണ്ടല്ലോ, മഹാനാവുന്ന ഇമാം മാലിക് ഇവിടെ ഉണ്ട്, മാലിക് ഇമാം തങ്ങളോട് ചോദിച്ചാൽ മതിയല്ലോ എന്ന്. ഇമാം മാലിക് തങ്ങളോട് ചെന്ന് ചോദിച്ചു. ഇമാം മാലിക് തങ്ങൾ അതിന് മറുപടി പറഞ്ഞത് എന്താ? ഈ മയ്യത്ത് കുളിപ്പിക്കണ പെണ്ണ് ഈ മയ്യത്തിനെന്താക്കി കഞ്ഞി സിന കൊണ്ട് ആക്ഷേപിച്ചു, അവളെ ഖദ്ഫ് പറഞ്ഞു, ഇവൾ സിന ചെയ്തവളാണ് എന്നാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ മയ്യത്ത് കുളിപ്പിക്കണതായ പെണ്ണെന്താക്കണം, ഖദ്ഫിൻ്റെ ഹദ് ആവുന്ന അടി അടിച്ചോ, ആ അടി അടിച്ച് കഴിയുമ്പോഴത്തേനും അവളെ കൈ അവിടുന്ന് പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ ആളുകൾ അടിച്ചു, ആ അടി പാസ്സാക്കി. ഒരു പെണ്ണിനെ ഒരു മുസ്ലിമത്താവുന്ന ഒരു മുഅ്മിനത്താവുന്ന ഒരു പെണ്ണിനെ ഖദ്ഫ് പറഞ്ഞാൽ അതിൻ്റെ അടി, ആ അടി ഇവളടിച്ചു ഈ കുളിപ്പിക്കണ പെണ്ണിനെ. ആ അടി കയ്യലോട് കൂടി ഇവളെ കൈ അവിടുന്ന് വിട്ടുപോന്നു. അന്ന് മുതൽ മദീനത്തുള്ള ഒരു വാക്കാണിത്, ലാ യുസ്തഫ്ത അഹദുൻ വ മാലിക്കും ഫിൽ മദീന. ഇമാം മാലിക് തങ്ങൾ മദീനത്തുണ്ടെങ്കിൽ വേറെ ആരോടും ഫത്വ ചോദിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന്.
അങ്ങനത്തെ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ, ആ ഇമാം മാലിക് തങ്ങൾ അവരുടെ മദ്ഹബിനെ അടിസ്ഥാനപരമായും കൊണ്ട് മൂപ്പര് രചിച്ചതായ ഗ്രന്ഥമാവുന്ന മുവത്ത ഇമാം മാലിക്കിൽ പല വിഷയങ്ങളെ സംബന്ധിച്ച് മൂപ്പരയിൽ ലക്ഷ്യം പറയുന്നത് എന്താ? ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്യണത് നമ്മൾ കണ്ടത്, ഇങ്ങനെയാണ് മദീനക്കാർ ചെയ്തിരുന്നത്, ഇങ്ങനെയാണ് നമ്മളെ നാട്ടുകാർ ചെയ്തിരുന്നതെന്നാണ്. റസൂൽ അങ്ങനെ ചെയ്തിരുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. പല മസലുകൾക്കും ലക്ഷ്യമായിട്ട്, പല മസലുകൾക്കും ലക്ഷ്യമായി കൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? മദീനത്തുള്ള ആളുകൾ ചെയ്യുന്നത് അത് വിശുദ്ധമായ ദീനാണെന്നാ. അന്ന് അവർ ചെയ്ത ആ സംഗതികൾ വിശുദ്ധമായ ദീനാണ്, അവർ മഹാന്മാരാണ്, അവർക്കുള്ളതായ ആ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ട് ഇമാം മാലിക് തങ്ങൾ അവരെ മദ്ഹബിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്നു. മഹാനാവുന്ന അനസ് ബിൻ മാലിക് തങ്ങൾ അവർ ഒരു യാത്ര കഴിഞ്ഞ് കൂഫയിലേക്ക് കയറി വരാം. കൂഫയിലെ പള്ളിക്ക് കയറി മൂപ്പര് നിസ്കരിച്ചു. മൂപ്പര് നിസ്കരിച്ചപ്പോൾ മൂപ്പര് ഇഷന്മാരിൽപ്പെട്ട ഒരാൾ അനസ് ബിൻ മാലിക്കിനോട് ചോദിച്ചു, നിങ്ങളെന്തിന് എപ്പോൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തിനാ നിങ്ങൾ നിസ്കരിച്ചത്? അങ്ങനെ നിൽക്കാനും സുന്നത്തുണ്ടോ? അനസ് ബിൻ മാലിക് തങ്ങൾ അയാളോട് പറഞ്ഞ മറുപടി എന്താ? ശിഷ്യനോട് പറഞ്ഞ മറുപടി, അങ്ങനെ നിസ്കാരം നബി നിസ്കരിച്ചുക്കണമെന്നാണ് ചോദിച്ചത്. അനസ് ബിൻ മാലിക് നബി നിസ്കരിച്ചുക്കണമെന്നല്ല പറഞ്ഞത്. എടോ ലൗലം യഫ്അൽഹു മാ ഫഅൽതുഹു, നബി അതിനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ ചെയ്യൂല. അപ്പം ഞങ്ങൾ സഹാബത്തൊരു പ്രവൃത്തി ചെയ്താൽ നബി ചെയ്തുക്കണോ എന്ന് ചോദിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സഹാബത്താവുന്ന ഞങ്ങളുടെ പ്രവർത്തനം അത് ദീനിൽ ഹുജ്ജത്താണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സഹാബത്തൊരു പണി ചെയ്താൽ പിന്നെ അത് നബി ചെയ്തുക്കണോ എന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തറാവി നിസ്കാരം എന്നുള്ളത് മുജാഹിദീകളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അങ്ങനെ പഴയ കാലത്തൊക്കെ 20 കയറിച്ചു, പിന്നെ പറഞ്ഞു 8 പറഞ്ഞു, പിന്നെ 8 ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ഒരു പ്രത്യേക നിസ്കാരമില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നബി നിസ്കരിച്ചത് 20 തന്നെയാണ്. നബി നിസ്കരിച്ചത് 20 ആയതുകൊണ്ടിട്ടുള്ളോ സഹാബത്ത് ഈ 20 ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു പ്രത്യേകമാവുന്ന ഇമാമിനെ നിശ്ചയിച്ചുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ വേണ്ടി 20 കൽപ്പിച്ചത്. ആരെങ്കിലും എതിർത്തോ? സഹാബത്തിൽ നിന്നുള്ള ആരെങ്കിലും എതിർത്തോ? എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം സഹാബത്തിനുള്ളതായ പ്രവർത്തനം അത് ദീനുൽ ഹുജ്ജത്താണ്. ഇതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസം. സുന്നികളാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി അങ്ങനെ ചെയ്തുക്കണോ? നബി ചെയ്തിട്ടുണ്ടാവാം, സഹാബത്ത് ചെയ്താലും ദീൻ തന്നെയാണത്. അതുകൊണ്ടുള്ള റസൂൽ അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. സഹാബത്ത് നക്ഷത്രങ്ങളെ പോലെയാണ്, ആരോട് പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെടും. ഇതാണ് നബി. അപ്പോൾ സഹാബത്തിൻ്റെ പ്രവർത്തനം സഹാബത്ത് ചെയ്താലും മതി. അപ്പം നമ്മളെ വിശ്വാസങ്ങൾ, നമ്മൾക്കുള്ള കർമ്മങ്ങൾ, നമ്മുടെ ആചാരങ്ങൾ, ഇതിനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളതായ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു. അതാണ് ഇവിടെ കാണുന്നതായ മുജാഹിദ് പ്രസ്ഥാനം, ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തൊക്കെ കാഴ്ചയിൽ അത് നല്ല സാധനം തന്നെയാണ്. ഈ കാരണം തൊലി ഒളിച്ചു നോക്കിയാലേ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിലുള്ളതായ കയ്പ്. അപ്പോൾ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ ഇതിനെ ശക്തമായും കൊണ്ട് പ്രതിരോധിക്കേണ്ടതായ ഒരു നിർബന്ധമാവുന്ന ബാധ്യത അന്നിവിടെ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ ഉഹ്റവിയാവുന്ന ആലിമീങ്ങളാവുന്ന ഞാൻ സൂചിപ്പിച്ച മഹാന്മാരാവുന്നതായ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ളവർക്ക് നിർബന്ധമായി. അപ്പോഴാണ് അവർ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ നേതൃത്വം നൽകിയത്. നമ്മൾ ചെയ്യണതായ ഇസ്തിഗാസ അത് മാനയിലത് തവസ്സുലാണെങ്കിലും വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനല്ലേ, അല്ലാഹു ഇന്നമാ വലിയുക്കുമുല്ലാഹു വ റസൂലുഹു. അള്ളാഹ് വലിയാണ്. അള്ളാഹ് വലിയാണെന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? അള്ളാഹ് നിങ്ങളെ സഹായിക്കും. അള്ളാഹ് സഹായിക്കും. അള്ളാഹിനോട് സഹായം ചോദിച്ചോ. അള്ളാഹിൻ്റെ റസൂൽ സഹായിക്കുന്ന പിന്നെ പറയണത്. റസൂൽ സഹായിക്കുന്ന എന്തിനാ പറയണത്? സഹായിക്കുന്നതോട് തന്നെയല്ലേ സഹായം ചോദിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുഅ്മിനീങ്ങൾ നിങ്ങളെ സഹായിക്കും. മുഅ്മിനീങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അവരോട് സഹായം ചോദിച്ചൂടെ? ഇതാണ് നമ്മുടെ വിശ്വാസം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബത്ത് നബിനോട് സഹായം ചോദിച്ചിട്ടുണ്ട്. നബിനോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. മഹാനാവുന്ന ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഒരു യുദ്ധത്തിൽ നബിയും സഹാബത്തും ഇങ്ങനെ പോണ സമയത്ത് ആവേശത്തിന് വേണ്ടി അതിൽ നിന്നുള്ള ഒരു സഹാബി എന്തായി പാട്ട് പാടാൻ തുടങ്ങി. നല്ല മദ്ഹ് ഗാനങ്ങൾ അദ്ദേഹം പാടാൻ തുടങ്ങി. ഉഖ്റവിയായ ചിന്ത വരുന്ന ഗാനങ്ങൾ പാടാൻ തുടങ്ങി. അപ്പോൾ റസൂൽ ചോദിച്ചു, മനിൽ ഹാദി, ആരോടാ പാട്ട് പാടുന്നതെന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, ഇന്നാലിൻ്റെ വ്യക്തിയാണ്. റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വല്ലാഹുമ്മ ഇർഹംഹു, പഠിച്ച തമ്പുരാനെ ഇവന് പുറത്തു കൊടുക്കും, ഇവനിക്ക് നീ റഹ്മത്ത് ചെയ്യുന്നു. എന്താ ആ വാക്കിൻ്റെ അർത്ഥം? ഈ യുദ്ധത്തിൽ അയാൾ ഷഹീദായി മരണപ്പെടുന്നതാണ്. സഹാബത്തിനത് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ ഇത് മനസ്സിലാക്കി? ഇത് മറഞ്ഞ കാര്യമല്ലേ? ഈ മനുഷ്യൻ ഈ യുദ്ധത്തിൽ മരണപ്പെടുന്നുള്ളത് മറഞ്ഞ കാര്യമുള്ള റസൂൽ പറയണത്, വരാൻ പോണ കാര്യമാണ് റസൂൽ പറയണത്. അത് ആ സഹാബിനെ കണ്ടാൽ ആ സഹാബിയിൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് അയാൾ എന്ന് മരിക്കുന്നുള്ളത്. ഈ യുദ്ധത്തിൽ അയാൾ മരിക്കുന്ന അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖ റസൂൽ നോക്കി മനസ്സിലാക്കി. അതല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട പല മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമം അനുസരിച്ച് റസൂൽ മനസ്സിലാക്കി.
ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബത്ത് എന്താ പറഞ്ഞതെന്നറിയോ? നബിയെ, തങ്ങൾ എന്നാൽ എന്താക്കി, നമ്മളെല്ലാം കൂടി ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യാം, ഈ മനുഷ്യനിക്ക് ഹയാത്ത് കിട്ടാൻ വേണ്ടി എന്നല്ല പറഞ്ഞത്. മത്തിഇനാ ബി ഹയാത്തിഹി യാ റസൂലല്ലാഹ്, നബിയെ തങ്ങൾ ഈ മനുഷ്യൻ്റെ ഹയാത്തിനെ നീട്ടിട്ട് തന്നുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണം എന്നാ. ഈ മനുഷ്യൻ്റെ ഹയാത്തിനെ നീട്ടിട്ട് തന്നുകൊണ്ട് നബിയെ തങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കണം. നേരെ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസല്ലേ. ഇവിടുത്തെ മുജാഹിദിനെ അത് എതിർക്കാൻ പറ്റുമോ? ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്ക് എതിർക്കാൻ പറ്റുമോ? ഇവിടുത്തെ പുത്തൻ പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഇസ്തിഗാസനെ നിഷേധിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവനിക്ക് ഒന്നിരിക്കൽ ഇമാം ബുഖാരിയുള്ള ഈ ഹദീസ് തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളെ വിശ്വാസമാണ്. അതുപോലെ തന്നെ നമ്മളെ കർമ്മങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ തറാവീഹ് പോലത്തെ നമ്മളെ ആചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ആചാരങ്ങളും സുന്നികളാവുന്ന നമ്മൾ ചെയ്യുന്ന ആചാരങ്ങൾ നമ്മൾ ചെയ്യുന്നതായ ഇത് ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ജാഹിലിയത്തിലുള്ള പലതും നബി അംഗീകരിച്ചു, പലതും നബി എതിർത്തും ചെയ്തു. അപ്പം ജാഹിലിയത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് അത് മുഴുവൻ എതിർക്കപ്പെടണം എന്നല്ല, എതിർക്കപ്പെടേണ്ടത് എതിർക്കപ്പെടണം. അപ്പം ആരെങ്കിലും മറ്റുള്ള ജാതി സമൂഹങ്ങളിൽ അതുണ്ടോ എന്നുള്ളതല്ല. വിശുദ്ധമായ ദീൻ അംഗീകരിച്ച ഏതെല്ലാം ആചാരങ്ങളുണ്ടോ, ഇപ്പോൾ കണ്ടില്ലേ പ്രത്യേകമാവുന്ന റമദാൻ 27 ഇപ്പോൾ നമ്മളിവിടെ കണ്ട് പള്ളിക്ക് ഒരു അപ്പം ചുട്ടുകൊണ്ടുപോകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അതിൻ്റെ അടിസ്ഥാനപരമായി ആ സംഗതി നബി ഉറപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. വെള്ളിയാഴ്ച ചില ബീവിമാർക്കൊക്കെ പള്ളിക്ക് പ്രത്യേകമാവുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പതിവുണ്ടായിരുന്നു. എന്നിട്ട് പള്ളിയിൽ വന്നിട്ട് ജുമാൻ്റെ സമയത്ത് ആ പള്ളിൻ്റെ മുറ്റത്ത് ആ ബീവിമാരവിടെ ഇരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും നിൽക്കാരം കഴിഞ്ഞാൽ വേഗം അങ്ങോട്ട് പോകുന്ന, എന്നിട്ട് അവരിൽ നിന്നിട്ട് ആ ഭക്ഷണം വാങ്ങിയിട്ട് കുറച്ച് എന്താക്കും, അവർ കഴിക്കും. സഹാബത്ത് പറയലുണ്ടായിരുന്നു, കുന്നാന തമന്ന യൗമൽ ജുമുഅ ദിവസം ആയാൽ വേണ്ടിയില്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഈ ബീവി കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ബീവിയോടെ പള്ളീൻ്റെ ചെരുവിൽ വന്നിരിക്കല്ല, പള്ളിൻ്റെ പുറത്ത് വന്നിരിക്കുകയാണ്. ആ പെണ്ണുങ്ങൾക്ക് ജുമുഅ നിർബന്ധം ഉണ്ടെങ്കിൽ അവിടെ കയറി ജുമുഅക്ക് കൂടൂലേ? ജുമുഅക്ക് കൂടുകയല്ല, പുറത്ത് വന്നിരിക്കുക ചെയ്യണത് ജുമുഅ കഴിക്കണവരെ. എന്നിട്ട് ഈ ഭക്ഷണം കഴിച്ചു പോകുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ബീവിനോട് പറയണ്ടേ, എടി പെമ്പറന്നോളെ ഈ പ്രാവശ്യം മാത്രം ചെയ്തു, ഇനി ഈ ഭക്ഷണം ഇട്ട് ഇങ്ങോട്ട് വരരുത്. ഇങ്ങനെ വെള്ളിയാഴ്ച ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് പിന്നീട് വരുന്ന മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മനസ്സിലാക്കും എന്ത്, പ്രത്യേകമാവുന്ന ദിവസത്തിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി പള്ളിയിൽ കൊടുത്തയക്കൽ നല്ലൊരു പതിവാണ് എന്ന്. അപ്പോൾ അവർ 27 കൊടുത്തയക്കും, റജബ് 27 കൊടുത്തയക്കും, ശഅബാൻ 15 കൊടുത്തയക്കും. ഇങ്ങനെ എല്ലാ ദിവസങ്ങളും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നതായ ഒരു പതിവുകളുണ്ടാവും, പള്ളിയിലേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കണേ. അതുകൊണ്ട് ഈ ചെയ്യരുത് എന്ന് നബി ആ പെണ്ണിനോട് പറയേണ്ടത്. അത് നബി പറഞ്ഞോ? ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അപ്പം നമ്മളെ ഇതുപോലുള്ള നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെ ഇവിടെ എന്താവണം, ഖിയാമത്ത് നാൾ വരെ ഇതിനെ സംരക്ഷിക്കപ്പെടണം. അതിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് അന്ന് മഹാന്മാർ രൂപം നൽകി. അതോടുകൂടെ ഇവിടെ ഇന്ത്യയിൽ ഇവിടെ നിലനിൽക്കുന്ന ഈ മതസൗഹാർദ്ദം, ഈ സാമുദായികമാവുന്നതായ ഈ സൗഹൃദ അന്തരീക്ഷം, അതുപോലെ തന്നെ കള്ളന്മാരായും കൊണ്ടിട്ട് തെരീഖത്തിൻ്റെ ആളുകളെന്ന് പറഞ്ഞിട്ട് പുറപ്പെടുന്നതായ കള്ളന്മാർ പലരും ഇവിടെ വന്നു. ഇവിടെ നൂരിഷാ തെരീഖത്ത് വന്നു, ഇവിടെ ആലുവയിൽ നിന്ന് വേറെ ഒരുത്തം കൊണ്ടുവന്നു, ഇങ്ങനെ പലരും കൊണ്ടുവന്നു. അങ്ങനെ അതിന് മുമ്പും പലതും ഉണ്ടായിട്ടുണ്ട്, കുരൂരി ചോറ്റൂർ എന്നൊക്കെ പറയണേ. ഇങ്ങനത്തെ എല്ലാ കള്ളന്മാരെയും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇരുത്തൻ്റെടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇനിയും ഖിയാമത്ത് നാൾ വരെ ആ പ്രവൃത്തി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കും, യാതൊരു സംശയമില്ല. ഇങ്ങനത്തെ മഹത്താവുന്ന ലക്ഷ്യത്തിന് വേണ്ടി ഇവിടെ സ്ഥാപിക്കപ്പെട്ടതായ മഹത്താവുന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരും നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന മേഖലയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ ഏതെങ്കിലും ഒരു പോഷക സംഘടനയായും കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഓരോരുത്തർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന മേഖലകളുണ്ടാവും. ഇപ്പോൾ ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കേന്ദ്ര മുഷാവറിക്ക് ഇപ്പോൾ നമ്മളിവിടുന്ന് ആടന്മാരൊന്നും അതിന് മുഷാവറിയിലാക്കാൻ കഴിയൂലല്ലോ, അവർക്ക് അതായിട്ട് ബന്ധപ്പെടാൻ കഴിയൂല. കനിഞ്ഞതാക്കിയിട്ട് കാര്യമില്ല, അതിന് പണ്ഡിതന്മാർ തന്നെ വേണം. അപ്പോൾ ഓരോരുത്തർക്കും ബന്ധപ്പെടാൻ പറ്റുന്ന മേഖലകൾ പലതുണ്ട്. ആ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്നതായ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട്, ഈ പ്രസ്ഥാനത്തിന് ശക്തി പകരാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിട്ട്, സ്വീകരണം തന്നിട്ടില്ലെങ്കിലും തരുമെന്ന് പറയുന്നത് കൊണ്ടിട്ട് അതിന് നന്ദി എന്നുള്ളതായ 2 വാക്കിൽ ഒതുക്കാതെ ഇതുപോലുള്ള എല്ലാ സ്റ്റേജുകളിലും മറ്റൊക്കെ വെച്ചുകൊണ്ടിട്ട് ദുആ ചെയ്യും. പ്രത്യേകിച്ച് ഈ പ്രദേശം എന്ന് പറഞ്ഞത് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഒരുപാട് നമുക്ക് പറയാണ്ട് ചരിത്രങ്ങൾ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയോടും അതിൻ്റെ മഹത്താവുന്നതായ ഉലമാവിനോടും പഴയ കാലത്ത് തന്നെ ഏറ്റവും അധികം നല്ല ബന്ധം പുലർത്തിയിരുന്നതായ ഒരു പ്രദേശമാണ് നമ്മുടെ ചെമ്മാട്. അതിനൊക്കെയുള്ള കാരണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ടതായ നമ്മുടെ ബാവട്ടിയാജിനെ പോലെയുള്ളതായ ആളുകളൊക്കെ ഇതിന് നേതൃത്വം നൽകി എന്നതാണ്.
അവരൊക്കെ നേതൃത്വം നൽകി, അവരൊക്കെ പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നവരായിരുന്നു, പണ്ഡിതന്മാർക്കുള്ള വില മനസ്സിലാക്കുന്നവരായിരുന്നു, അവരെ ആദരിക്കുന്നവരായിരുന്നു. അതിൽ നിന്നിട്ടുണ്ടായി തീർന്നതായ അവരെ ഒരു ഏറ്റവും ഉന്നതമായിരുന്ന ഒരു സ്വഭാവമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മാത്രമേ ഇവിടെ പണ്ഡിത സംഘടന ഉള്ളൂ എന്ന് അവർ മനസ്സിലാക്കി. അത് മാത്രമാണ് ഇവിടെ യഥാർത്ഥ പണ്ഡിത സംഘടന എന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പഴയ കാലം മുതൽ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുമായിട്ടുള്ളതായ ബന്ധം ഈ നാടിനിക്കുണ്ടാവാനുള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മളൊക്കെ ആ മഹാന്മാരിവിടെ ഉണ്ടാക്കി വെച്ചതായ ഒരു നല്ല സ്വഭാവം, ഒരു പൈതൃകമൊക്കെ ഇവിടെ ഉണ്ട്. ആ പൈതൃകം എന്താക്കണം, കെടാതെ സൂക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ സമസ്തയായിട്ട് ബന്ധപ്പെടുക, സമസ്തൻ്റെ പോഷക സംഘടനകളായിട്ട് ബന്ധപ്പെടുക, നമ്മളെ കുട്ടികളെയും നമ്മളെ ചെറിയ മക്കളെയും ഒക്കെ ബന്ധപ്പെടുത്താൻ പറ്റിയതായ പല സംഘടനകളും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുണ്ട്. ഏകദേശം 10-13ഓളം സംഘടനകൾ സമസ്തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതായ ഉപസംഘടനകളുണ്ട്. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും സമസ്തൻ്റെ വിളിയാളത്തിന് എല്ലാവരും അതിന് ഉത്തരം നൽകണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എവിടേക്ക് വിളിച്ചാലും, ഏത് സമ്മേളനത്തിന് വിളിച്ചാലും അതൊക്കെ വളരെയധികം വിജയമാക്കൽ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഈമാൻ്റെ ഒരു ഭാഗമാണ്, യാതൊരു സംശയമില്ല. ആ നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരായിക്കൊണ്ട് എല്ലാവരും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. കഴിയണതായ എല്ലാ സഹായ സഹകരണങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനും അതിൻ്റെ പോഷക സഹകരണങ്ങൾക്കും ഓരോരുത്തരും ചെയ്യണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്വീകരണത്തിന് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇതൊരു സാലിഹായ അമലായും കൊണ്ട് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇവിടെ മഹാന്മാരാവുന്ന നമ്മുടെ ഈ നേതാക്കന്മാർ, ഈ നാട്ടിൽ മരണപ്പെട്ടു പോയതായ ഇവിടുത്തെ മഹാന്മാരാവുന്ന ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലുള്ളതായ വ്യക്തിത്വങ്ങൾ, അവരുണ്ടാക്കി തീർത്തതായ ഈ ഒരു ചൈതന്യം ഉണ്ടല്ലോ, ഈ ഒരു ചൈതന്യം കേടില്ല, അതിന് യാതൊരു നിലക്കുള്ള പോറലേൽക്കാതെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ളതായ ഇതിനോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒന്ന് ദർസ്, നല്ല ദർസ് കടന്നു വരുന്നതായ ഒരു സ്ഥലമാണ് ഇവിടെ. ആ ദർസ് അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പല മഹാന്മാരും ഇവിടെ ദർസ് നടത്തി. ഇപ്പോഴും തന്നെ മഹാനാവുന്ന നമ്മുടെ സുഹൃത്തുക്കളിൽപ്പെട്ടതായ നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു കൂടിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി പൂവത്തിക്കൽ അവരിവിടെ ദർസ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ദർസ് അതിൻ്റെ ഔന്നിത്യത്തോടു കൂടി ഉയർന്ന ദർസ് ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രമിക്കണം. പഴയ കാലത്ത് തന്നെ പേര് കേട്ടൊരു മദ്രസയാണ് ചമ്മാട് ഖിദ്മത്തുൽ ഇസ്ലാം മദ്രസ. പഴയ കാലത്ത് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നല്ല, അന്ന് നമ്മൾ അബൂബക്കർ മുസ്ലിയാരെ പറ്റി പറഞ്ഞല്ലോ, അവരെയും ബഹുമാനപ്പെട്ട വാവട്ടിയാജി, അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയ മഹാന്മാർക്കുള്ള ഖുബൂറുകളൊക്കെ അള്ളാഹു സുഖപുങ്കാവനായി കൊടുക്കട്ടെ. നമ്മളെ ഈ ഖബർസ്ഥാനിൽ മരണപ്പെട്ടെടുക്കുന്ന സർവ്വ സ്ത്രീകൾ പുരുഷന്മാർക്കുള്ള ഖബറുകൾ അള്ളാഹു സുഖപുങ്കാവനാക്കട്ടെ.